ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. ഇത് ഞാൻ ക്രിസ്മസ് ടൈമിലുണ്ടാക്കിയ ഒരു കേക്കാണ്. ഞാൻ എൻ്റെ വ്യൂവേഴ്സിനെ വിഷ് ചെയ്യാനായിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. അപ്പം പലരും ഈ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ റെസിപ്പി ഒന്ന് ഇടാമോ എന്നോട് ചോദിച്ചു. അതുകൊണ്ട് ഞാനിപ്പം ഇതിൻ്റെ റെസിപ്പി ഇടുകയാണ്. ആദ്യമായിട്ട് നമുക്കതിൻ്റെ ഡെക്കറേഷൻ ഐറ്റംസ് ഒന്ന് റെഡിയാക്കാം. ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം തിളപ്പിക്കാൻ വെക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 15 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് കമ്പൗണ്ട് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഡബിൾ ബോയിലിങ്ങിലാണെന്ന് ചൂടാക്കിയെടുക്കുന്നത്. അത് നല്ലോണം ഇത് മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അതിനെ ഒരു ബട്ടർ പേപ്പറിൽ വെച്ച് എണ്ണ തടവിയിട്ട് ഒരു പാലറ്റ് നൈഫിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ഷേപ്സ് ആക്കി എടുക്കണം. ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇത് തണുക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യണം, അല്ലെ നമുക്കിതിങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇത് തണുത്ത് പോയെന്ന് തോന്നുവാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പോയി ചൂടാക്കിയാൽ മതി. ഇതിപ്പോൾ ഞാൻ മുഴുവനും ചെയ്തു. നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാം. ഇനി ബാക്കിയുള്ള ചോക്ലേറ്റിലോട്ട് ഇച്ചിരി ഗ്രീൻ കളർ മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ആ ചോക്ലേറ്റ് കുറേശ്ശെ എടുത്തിട്ട് അതിൽ വെച്ച് ഈ സ്പൂണും കൊണ്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കാം. ഇത് ഇച്ചിരി തിക്കാവുകയും വേണം. ചൂടോടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഇച്ചിരി തണുത്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വേറൊരു ടൂത്ത് പിക്ക് കൊണ്ട് നമുക്കതിനൊന്ന് ഒരു ട്രീയുടെ ഷേപ്പ് കൊടുക്കാം. എന്നിട്ട് അതുകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് അതിന് ഒരു ലൈൻസ് ഇട്ട് കൊടുക്കാം, സ്പൈക്സ് പോലെ. അപ്പം ഒരു ട്രീയുടെ ഷേപ്പ് കിട്ടും. നമ്മൾ ആ ടൂത്ത് പിക്ക് കൊണ്ട് തന്നെ ഇതിന് ഷേപ്പ് ആക്കുമ്പോൾ അത് ഒരു ട്രീയുടെ ഷേപ്പ് എടുത്തോളും. അതുപോലെ തന്നെ അടുത്തതും വെക്കാം. ഞാൻ ഓൾറെഡി 3-4 നേരത്തെ റെഡിയാക്കിയായിരുന്നു. ഞാൻ 3-4 കൂടെ ഉണ്ടാക്കുന്നുള്ളൂ. വെച്ച് പല ഷേപ്പിൽ ട്രീയാണ് വലുതും ചെറുതുമായിട്ട് ഉണ്ടാക്കണം. എന്നാലേ നമ്മൾ വെക്കുമ്പോൾ ഒരു ഭംഗി വരുള്ളൂ. എല്ലാം ഒരേ ഷേപ്പിലായാലും അത്രയൊരു ഭംഗി വരില്ല. ഞാനിപ്പം ചെറുതും വലുതുമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ 4 ട്രീയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ചെറിയ സിൽവർ ബോൾസ് അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പം ട്രീ കാണാനൊരു ഭംഗിയായിരിക്കും. ഒരു 5-6 അവിടെ ഇവിടെയായിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ട്രീ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെയും ഫ്രീസറിനകത്ത് വെക്കാം. ഇതൊക്കെ നമുക്ക് തലേ ദിവസമേ ചെയ്ത് വെക്കാവുന്ന കാര്യങ്ങളാണ്. ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട്. നമുക്കിതിനെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വൈറ്റ് ചോക്ലേറ്റ് ചെയ്ത ഡെക്കറേഷൻ നമുക്ക് ഇതുപോലെ തന്നെ എടുത്ത് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതെടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചെടുക്കണം. ഇത് വളരെ തിൻ ആയതുകൊണ്ട് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിച്ചെടുത്ത് നമുക്ക് പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ സ്പോഞ്ച് ഉണ്ടാക്കാം. 1 കപ്പ് മൈദ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല ടെക്സ്ചർ കിട്ടും. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ഞുളുപ്പും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ 2-3 പ്രാവശ്യം ഒന്ന് അരിച്ച് എടുക്കാം. ഇനി 2-3 പ്രാവശ്യം അരിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഒരു ഉണങ്ങിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 മുട്ടയാണ് ഞാനിതിന് യൂസ് ചെയ്യുന്നത്. നമ്മളെടുക്കുന്ന ബൗളും ബീറ്ററും നല്ലതുപോലെ ഡ്രൈ ആയിരിക്കണം. ഒട്ടും വെള്ളമയം ഇതിൽ കാണരുത്. നമുക്കിതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കഴിയുമ്പം അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസും 1 ടീസ്പൂൺ ബട്ടർ സ്കോച്ച് എസൻസുമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കുറേശ്ശെ എടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് നമുക്ക് അധികം ഇട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സായി. ഇനി അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് ലോ സ്പീഡിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഓവർ ബീറ്റിംഗ് പാടില്ല. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം. ഇത് ഒന്നിച്ചിടാതെ കുറേശ്ശെ ഇട്ട് വേണം എടുക്കാനായിട്ട്. കുറേശ്ശെ ഇടുക, ഫോൾഡ് ചെയ്യുക. അങ്ങനെ പല പ്രാവശ്യമായിട്ടിട്ട് അതിനെ മിക്സ് ചെയ്ത് വളരെ സോഫ്റ്റായിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. നമ്മൾ മുഴുവനും മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഓൾറെഡി കേക്ക് ടിന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് കേക്ക് ടിന്നിലോട്ട് ഇതിനെ ഇട്ട് കൊടുക്കാം.
നമ്മൾ മിക്സിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള സെറ്റപ്പും ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ എയർ ബബിൾസ് കളയാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് എടുക്കാം. ഇതിനൊരു 35-40 മിനിറ്റ്സിലേക്ക് നമുക്ക് ബേക്ക് ചെയ്യാം. മീഡിയം ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഒരു 37-38 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്, സൈഡൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പം ബേക്കായി എന്നാണ് തോന്നുന്നത്. ബേക്കായിട്ടുണ്ട്, പെർഫെക്റ്റ്ലി ബേക്കായിട്ടുണ്ട്. നമുക്കിതിനെ എടുത്ത് ആറാനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാനുള്ള കാൽ റെഡിയാക്കാം. ആദ്യം ഷുഗർ സിറപ്പ് 1/4 കപ്പ് പഞ്ചസാരയും 3/4 കപ്പ് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കുമ്പം എടുത്ത് ആറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് കഴിഞ്ഞ് നമുക്ക് കാരമൽ സിറപ്പ് ഉണ്ടാക്കണം. കാരമൽ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതൊന്ന് ബ്രൗൺ ആകുമ്പോൾ അതിലേക്ക് 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഒരു പിഞ്ച് ഉപ്പിട്ടിട്ട് കൊടുക്കണം. ബട്ടർ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം. ഫ്രഷ് ക്രീമോ നമ്മുടെ വിപ്പിംഗ് ക്രീമോ ഇട്ട് കൊടുക്കാം. അതൊന്ന് കട്ടിയാവും, പക്ഷേ അത് നല്ലോണം ചൂടാകുമ്പോൾ അത് ഒരു സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി വരും. നല്ലതുപോലെ ക്രീമൊക്കെ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമുക്കിതെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് പ്രളയനം ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് നട്ട്സ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഞാൻ മിക്സ്ഡ് നട്ട്സ് എടുത്തേക്കും. കാഷ്നട്ടും ബദാമും വാൾനട്ടും കൂടെ എടുത്തേക്കുന്നത്. ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തായിട്ട് 3/4 കപ്പ് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അത് നല്ലോണം ബ്രൗൺ ആയി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 30 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണം. അത് നല്ലോണം ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമ്മൾ ഈ ചൂടാക്കി വെച്ചേക്കുന്ന നട്ട്സ് അതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് മിക്സായി കഴിയുമ്പോൾ തന്നെ ഇതങ്ങ് ഓഫ് ആക്കുക. എന്നിട്ട് നമുക്ക് ഒരു ഗ്രീസ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റാം. അത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് കട്ടിയായി പോകും. ഇത് നമുക്ക് ഒന്ന് തണുത്ത് കഴിയുമ്പം ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. ഞാൻ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. കേക്ക് ഞാൻ 4 ലെയറായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പം 2 കപ്പ് വിപ്പിംഗ് ക്രീമെങ്കിലും വേണം. നമുക്ക് നല്ലോണം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ സ്കോച്ച് എസെൻസ് ആഡ് ചെയ്തെടുക്കാം. അപ്പം നല്ലതുപോലെ പെർഫെക്റ്റായിട്ട് വിപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് വിപ്പിംഗ് ക്രീം താഴെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ആദ്യത്തെ ലെയർ വെക്കാം. എന്നിട്ട് നല്ലതുപോലെ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ലോണം കവർ ചെയ്ത് കൊടുക്കണം. വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന കാരമൽ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് പൈപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൈപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് സ്പൂൺ കൊണ്ട് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതിന് മുകളിൽ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി കാരമൽ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ പ്രലൈൻ വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഇതും അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്തിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ കാരമൽ സിറപ്പ് ഇട്ട് കൊടുത്തിട്ട് പ്രലൈന് വെച്ച് കൊടുക്കാം. നമ്മൾ പ്രലൈൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ ലെയേഴ്സ് ഈവനായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ ലാസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീം കൊണ്ട് കവർ ചെയ്യണം. ഒരു സ്ക്രേപ്പർ എടുത്ത് നമുക്കതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാം. നമുക്ക് ലൂസായി തോന്നുവാണെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് വേണം
ഇതിന് ഷേപ്പ് ചെയ്യാനായിട്ട്. ഇതിപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനിയും പ്രലയനം കൊണ്ട് സൈഡ് കംപ്ലീറ്റ് അങ്ങ് കവർ ചെയ്യാം. മുകളിൽ ഇച്ചിരി സ്പേസ് വിട്ടിട്ട് വേണം പ്രലയനം കൊണ്ട് കവർ ചെയ്യാനായിട്ട്. ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ അതങ്ങ് പൊട്ടിയിരുന്നുള്ളൂ. ഇനി നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കിയ ഡെക്കറേഷൻ ചുറ്റിനും വെച്ച് കൊടുക്കാം. ഇപ്പം ചുറ്റിനും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അതങ്ങ് ഒട്ടിയിരുന്നുള്ളൂ. ഇനി അതിൻ്റെ മുകളിൽ ഇച്ചിരി വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന കുഞ്ഞു കുഞ്ഞു ട്രീസ് അവിടെ എവിടെയായിട്ട് ഒന്ന് സ്കാറ്റർ ചെയ്ത് വെച്ച് കൊടുക്കാം. ലൈനിലായിട്ടൊന്നും വെക്കാതെ അവിടെ എവിടെയായിട്ട് വെക്കണം, എന്നാലേ ആ ഭംഗി വരുള്ളൂ. പല ഷേപ്പിലെ ട്രീസാണ്, ചെറുതും വലുതുമായിട്ടുള്ള ട്രീസാണ്. അപ്പോഴാണ് എൻ്റെ ഭംഗി. ഇനി നമ്മുടെ അപ്പർ ലൈനിൻ്റെ കുറച്ച് മുകളിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ബോർഡർ ഞാൻ ഗ്രീനും ക്രീമിൻ്റെ ഒരു കോമ്പിനേഷനാണ് ബോർഡർ കൊടുക്കുന്നത്. എന്തെങ്കിലും ഒരു ബോർഡർ നമ്മൾ കൊടുത്താൽ മതി, ജസ്റ്റ് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. ഏതെങ്കിലും ഒരു നോസിൽ കൊണ്ട് ഒരു ബോർഡർ നമുക്ക് വെച്ച് കൊടുക്കാം. അത് അവരവരുടെ ഇഷ്ടമാണ്. ഇതിപ്പം ഞാൻ ബോർഡർ കംപ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞു. കേക്ക് നമ്മുടെ ഏകദേശം ഇതായി. ഞാൻ ഹാപ്പി ക്രിസ്മസിൻ്റെ ഒരു ഇത് നടുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെക്കാം. അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് നല്ല ഹൈറ്റുള്ള കേക്കാണ്. 4 ലെയർ ആയപ്പോഴത്തേക്ക് നല്ല ഹൈറ്റുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റുള്ള കേക്കാണ്. നല്ല ക്രഞ്ചി ആയിട്ടുള്ള കേക്ക്. നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് എല്ലാവർക്കും ഉണ്ടാക്കാവുന്നൊരു കേക്കാണ്. നമുക്ക് കാണുമ്പോൾ ഇത് വലിയ പ്രയാസം തോന്നും, പക്ഷെ നല്ല ഈസിയായിട്ട് ഉണ്ടാക്കാവുന്നൊരു കേക്കാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. പിന്നെ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്താണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ സേഫ്. ബൈ. താങ്ക് യു.